സാറിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഓടി വരികയാണല്ലോ, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതുവരെ ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു സബ്ജക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്.എൻ. സ്വാമി എന്ന തിരക്കഥാകൃത്ത് കംപ്ലീറ്റ്ലി സാറിന്റെ ശൈലിയിൽ നിന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലായിടത്തും ഒരേ കാര്യം തന്നെയാ പറയുന്നത്. ഇതുവരെ ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു സബ്ജക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരും ഇതുവരെ അങ്ങനത്തെ ഒരു സാധനം ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലും ഭാഷയിലുണ്ടോന്ന് എനിക്കറിയില്ല. ആ ഒരു കാര്യം വളരെ എന്താ പറയാ, ഭയങ്കര ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് അതിന് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ സ്വാമി സാറിനെ കുറിച്ച് നമ്മൾ ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹം ഓൾറെഡി പ്രൂവ് ആണ്. പിന്നെ അദ്ദേഹത്തിന് ഫസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പോലും ശരിക്കും എനിക്ക് ഇഷ്ടമില്ല. കാരണം ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും അതിന്റെ ഡയറക്ഷനിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. സിനിമയിൽ എന്റെ കഥാപാത്രത്തിന്റെ പേര് ഡോക്ടർ മീനു എന്നാണ്. എസ്.എൻ. സ്വാമി സാറിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഇത് എന്റെ ആദ്യത്തെ മൂവിയാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിലൊരു സിമിലാരിറ്റി ഉണ്ട്, സാറിന്റെ ഡെബ്യൂ എന്റെയും ഡെബ്യൂ. പിന്നെന്താണ്, ഇനി നല്ല കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ ചെയ്യും. സാറിനെ പോലെ അത്രയും അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാൾ നമ്മളെ വിളിച്ചപ്പോൾ അത് വലിയൊരു ഭാഗ്യം. സാറിന്റെ കൂടെ ഡെബ്യൂവിൽ ഒരു ഭാഗമാവാൻ പറ്റിയത് തന്നെ. താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കൂ. താങ്ക് യു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആകെ ക്യൂരിയസ് ആണ്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എല്ലാം കണ്ടുവരുന്നേ ഉള്ളൂ. ചിലരൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണ്ടെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര സന്തോഷം. സ്വാമി സാർ ഇങ്ങനെ ഒരു ആക്ട് ചെയ്യാൻ അവസരം തന്നതിൽ താങ്ക്സ് പറയുന്നു സാറിനോട്. ഇതൊരു കംപ്ലീറ്റ്ലി സാറിന്റെ ശൈലിയിൽ നിന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ മൂവി ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും എൻഗേജ്ഡ് ആക്കും. അതിൻ്റെ അകത്ത് നല്ല ടീച്ചിങ് ഇതുണ്ട്. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യണമെന്നും നമ്മളെങ്ങനെ സെൽഫ് റെസ്പെക്ട് അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മളെ കാണിക്കുന്നത്. നമ്മൾ ഒരു 2 hours ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് വെളിയിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഡാൻസ് ശ്രീനിവാസൊക്കെ വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റും എവരി വൺ ഡിഡ് ദെയർ ജോബ് വണ്ടർഫുള്ളി. എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി. സീക്രട്ട് എന്ന ചിത്രം തീർച്ചയായിട്ടും എസ്.എൻ. സ്വാമി എന്ന തിരക്കഥാകൃത്ത് ചക്കരയുമ്മ 1980 കടന്നു വന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാനമാണ് സീക്രട്ട് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റിയെടുക്കാം. നമ്മളെ ഈ നിത്യജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവാണ്. നമ്മള് മനുഷ്യര് നെഗറ്റീവിലാണ് ആദ്യം അത് തളച്ചിടുന്നത് നമ്മുടെ മനസ്സിന്. അതെങ്ങനെ പോസിറ്റീവ് ആക്കി എടുക്കാം എന്ന് വരച്ചു കാണിക്കുന്നുണ്ട് ഈ ഒരു ചിത്രത്തിലൂടെ അദ്ദേഹം. സീക്രട്ട് എന്ന മൂവിയില് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ധ്യാനിന്റെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് അതില്. പക്ഷെ അതിൽ ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ള ഒരു വേർഡിംഗ് എന്ന് പറയുന്നത് ബിലീവിങ് യു എന്ന് പറയുന്നത് നമ്മളെ തന്നെ വിശ്വസിക്കുക, നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, നമ്മുടെ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ പവർഫുൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ വരും എന്നുള്ള വിശ്വാസം ഉണ്ടാവുക. അത് ധ്യാനം എന്നുള്ള ഒരു സിനിമ നടൻ ആ കഥാപാത്രത്തെ വളരെ നല്ല രീതിയിൽ അത് എനർജറ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ, നല്ല മൂവി, ഫാമിലി ത്രില്ലിംഗ്. ഇത് കണ്ട ഒരു പുതിയ ഡയറക്ടറാണ് തോന്നുന്നു. ഡയറക്ഷനൊക്കെ എഴുതുന്ന ആളുടെ മനസ്സിൽ നിന്നുകൊണ്ടാണ്. കാരണം അവർ എല്ലാം വിഷ്വലൈസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഏത് സിനിമയും അവരുടെ ഉള്ളിൽ തന്നെ ഒരു വിഷ്വൽ രൂപം അവർ കണ്ടെത്താൻ എഴുതുക. അപ്പോൾ അവർ നമുക്ക് അതിനെ ടെക്നോളജി ആയിട്ട് മിക്സ് ചെയ്യുന്ന ഡയറക്ഷൻ, ആർട്ടിസ്റ്റിൻ്റെ അഭിനയം, അവരുടെ മൂവ്മെൻറ്റ്സ്.